ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിംപിൾ സ്റ്റോറീസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബ്രെഡ് ഷവർമൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് നല്ല ഈസിയും ടേസ്റ്റും ആയിട്ടുള്ള ബ്രെഡ് ഷവർമയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. പുതിയ വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കണൊന്ന് അമർത്താനും കൂടെ മറന്നു പോകരുത്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. മറക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ച് തന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. ആദ്യം നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് കഴുകിയെടുത്ത് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ക്യാരറ്റും ക്യാബേജും കുക്കുമ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കുക. ഷവർമയ്ക്ക് ഏകദേശം ഈ ഒരു വെജിറ്റബിൾസാണ് നമ്മൾ എടുക്കാറുള്ളത് അല്ലേ. അപ്പോൾ അത് തന്നെ എടുത്താൽ മതിയാവും. പിന്നെ കുക്കുമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കട്ടെ, ഞാൻ ഇവിടെ ഉള്ള ഇതുകൊണ്ട് എടുത്തു എന്ന് മാത്രം. അപ്പോൾ അതൊക്കെ ചെറുതാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം. ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഇതിൻ്റെ മടി കാരണം ഞാൻ ചോപ്പർ പുറത്തിറക്കാണ് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് അരിയണ കൂട്ടത്തിൽ 2 തക്കാളിയും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ 2 ഉരുളക്കിഴങ്ങും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിനൊക്കെ മുന്നായിട്ടുണ്ട് ഞാൻ ഒരു 4 പീസ് ചിക്കന്, കുറച്ച് കുരുമുളകും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ട് അതുകൊണ്ടിട്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഉദ്ദേശത്തിൽ ഞാൻ അതിൽ ഉൾപ്പെടുത്താത്തതാണ് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ നോക്കിയപ്പോൾ കുപ്പിയിൽ ഓയിൽ തീർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കാൻ എടുക്കണ ഓയിലാണ് കേട്ടോ. പിന്നെ ഒഴിച്ച് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഓർത്തത്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ഒരു പണിയായി. അങ്ങനെ ഞാൻ അതും കുപ്പിയിൽ ഒഴിച്ച് മാറ്റി വെച്ചു. അപ്പോൾ വെജിറ്റബിൾസും കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഓരോന്നായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് അത് നമുക്ക് ക്യാരറ്റും സവാളയും ഒന്ന് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസ് അങ്ങനെ കട്ട് ചെയ്തെടുത്തതെല്ലാം ഇനി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങും തക്കാളിയും അതും ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ വെജിറ്റബിൾസ് വഴറ്റാൻ താല്പര്യം ഇല്ലാച്ചെങ്കിൽ വഴറ്റിയെടുക്കണ്ട, നിർബന്ധമില്ല. ഞാൻ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണമെന്ന് മാത്രം. 2 കഷ്ണം ഇഞ്ചിയും 4 കഷ്ണം വെളുത്തുള്ളിയും 1 പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാബേജ് കുക്കുംബർ ഇതും ചേർത്ത് വീണ്ടും നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വഴറ്റിയെടുത്താൽ മാത്രം മതിയാവും. അങ്ങനെ ഒരുപാട് വെന്ത് വരേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ വെജിറ്റബിൾസ് വഴന്നാൽ നമ്മുടെ ഷവർമക്കുള്ള ബ്രെഡ് ഷവർമക്കുള്ള വെജിറ്റബിൾസ് പീസും ഇവിടെ റെഡിയായി കിട്ടും. ആ ഫ്രൈ പാനിൽ തന്നെ പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് വഴറ്റിയെടുക്കണം. ചിക്കന് ഒന്ന് പിച്ചി എടുക്കുന്നുണ്ട്. ഇതിൽ വെജിറ്റബിൾസ് ചിക്കനും വലിയ പീസാക്കിയിട്ട്, വെജിറ്റബിൾസ് അല്ല ചിക്കനും വലിയ പീസാക്കിയിട്ട് പൊരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും പൊരിച്ചെടുത്തിട്ട് പിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ച് ചെയ്താൽ മതിയാവും. അങ്ങനെ ചിക്കനും വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു നുള്ള് ജീരകപ്പൊടിയും ഗരം മസാലയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റി ലാസ്റ്റ് പുളിയില്ലാത്ത കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് 1 ടീസ്പൂൺ തൈര് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ചിക്കനും ഇവിടെ റെഡി ആയിക്കോട്ടു കേട്ടോ. അപ്പോൾ ആ വെജിറ്റബിൾസിൽ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തത് കൊണ്ടാണ് ഞാൻ ചിക്കനിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാത്തത് കേട്ടോ. ഏതിലെങ്കിലും ഒന്നിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ ആ വെജിറ്റബിൾസും ചിക്കനും ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള മയോണൈസും സോസൊക്കെ ഉണ്ടാക്കണ വീഡിയോ ഞാൻ പാർട്ട് 2 ആയിട്ട് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ എന്താണെന്ന് അറിയുമോ, വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ ബ്രെഡ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കട്ടോ. അങ്ങനെ ഒരു ബ്രെഡ് എടുത്തിട്ട് ഇതിലേക്ക് ഉണ്ടാക്കിയ സോസ് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് നോർമൽ സോസും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിലൊരു സോസ് ഉണ്ടാക്കിയതാണ്. അടുത്തതായിട്ട് വഴറ്റി വെച്ച വെജിറ്റബിൾസിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കുക. അത് നല്ലോണം മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ അതും ഇവിടെ സെറ്റ്. അത് ആ വഴറ്റിയെടുത്ത വെജിറ്റബിൾസ് നമുക്ക് സോസ് പുരട്ടിയെടുത്ത ബ്രെഡിൽ വെച്ച് കൊടുക്കുക. ഒരാൾക്ക് കൊടുക്കാനുള്ളൊരു പാകം നോക്കി ചെയ്താൽ മതിയാവും. പിന്നെ ചിക്കൻ പീസസ് അത് നമ്മുടെ ഇഷ്ടത്തിന്. ഇനി വേറൊരു ബ്രെഡ് എടുത്തിട്ട് അതിലും സോസും മയോണൈസും ചേർത്തതിന് ശേഷം മേലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബ്രെഡ് ഷവർമ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ട് വീട്ടിൽ നമുക്ക് റെഡിയായി കിട്ടും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ടോസ്റ്റ് ചെയ്തിട്ടും കഴിക്കട്ടോ. നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടൊരു ഭംഗിക്കൊക്കെ നമുക്ക് വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ കാണാനും കഴിക്കാനൊക്കെ കാണാൻ നല്ല ഭംഗിയും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഷവർമ എത്ര പെട്ടെന്നാണല്ലേ നമ്മൾ തയ്യാറാക്കിയത്. മയോണൈസും അതുപോലെ സോസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കാം. അതിൻ്റെയൊക്കെ വീഡിയോ ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് എത്രമാത്രം ഹെൽത്തി ആയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ. കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. നമ്മളെ വീട്ടിൽ തന്നെ ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത നല്ല അടിപൊളി ബ്രെഡ് ഷവർമ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നിങ്ങളുടെ ലൈക്കിനും കമൻറ്റിനും സബ്സ്ക്രൈബിനും ഒക്കെ യൂട്യൂബിൽ നല്ല വാല്യൂ ഉണ്ട്.
അപ്പോൾ നിങ്ങളതും ഒരിക്കലും മറക്കരുത്, മിസ്സാക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.